തൊപ്പി എന്ന യൂട്യൂബർ അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ലൈവ് വീഡിയോ വന്നതിന് ശേഷമാണ് ഇപ്പൊ ഇന്ന് ഭയങ്കരമായിട്ടുള്ള ചർച്ച വന്നിരിക്കുന്നത്. അനുമോളാണോ അനീഷാണോ വിജയിക്കുക എന്നൊരു സംശയം എല്ലാവർക്കും വന്നത്. അതിനെതിരെ അഖിൽമാരാര് വീഡിയോ ഒരു ലൈവ് ഇട്ടിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. തൊപ്പി ചെയ്തത് ശരിയായില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നറായിട്ടുള്ള ജിൻഡോയെ ജയിപ്പിക്കാനായിട്ട് തൊപ്പി പണം വാങ്ങി ഒരുപാട് വോട്ട് പിടിച്ചു എന്നൊക്കെ ഉള്ള ഒരു അലിഗേഷനൊക്കെ അഖിൽമാരാര് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഈ തൊപ്പി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു തൊപ്പിയെ കൊണ്ട് അനീഷിനെ ജയിപ്പിക്കാനും അനുമോളെ തോൽപ്പിക്കാനും സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് തൊപ്പിയെ നമ്മൾ പേടിക്കണം. കാരണം എന്നറിയോ, തൊപ്പി ലൈവിൽ വരുമ്പോൾ ഒരുപാട് കുട്ടികൾ, അതായത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ന്യൂജൻ പിള്ളേർ ഒരുപാടുണ്ട്. അപ്പൊ തൊപ്പി അതിൽ കമന്റ് ഇടുന്ന ഒരു വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞാൽ മതി. ആ ഒരു യൂട്യൂബിന്റെ പേരെടുത്ത് പറയണം അയാൾ ഇത് സപ്പോർട്ട് ചെയ്യണ്ട, നിങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ കുറച്ച് 10-15 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലത്തെ ഒരു വ്യക്തിയാണെങ്കിൽ പോലും പെട്ടെന്ന് അയാളുടെ ചാനലിൽ 20K 15K ഒക്കെ ആയിട്ട് വർദ്ധിക്കുന്നത് കണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ് തൊപ്പി. അപ്പൊ അതുകൊണ്ട് ഒരുപാട് വോട്ട് മറയാനൊക്കെ ആയിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ തൊപ്പിയെ നമ്മളങ്ങനെ ചില്ലറക്കാരനായിട്ട് കണ്ടുകൂടാം. പക്ഷെ അഖിൽമാരെ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് അത് അനുമോൾക്ക് എതിരായിട്ട് വരുമോ അതോ അനുമോൾക്ക് അനുകൂലമായിട്ട് വരുമോ എന്നുള്ളതൊക്കെ ഫിനാലിൽ കണ്ടറിയേണ്ടി വരും. അപ്പൊ എന്തായാലും തൊപ്പിയുടെ ഈ ഒരു ഇൻവോൾവ്മെന്റിൽ നമുക്ക് അനുമോളുടെ ജയത്തിന്റെ കാര്യത്തിൽ കുറച്ചൊരു ഡൗട്ട്ഫുൾ ആണ്. എന്നാലും അനുമോൾ തന്നെ ജയിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അനീഷ് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് ഒരു കണ്ടസ്റ്റന്റ് ആയതുകൊണ്ടാട്ടോ. തീരെ മോശം ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു എങ്കിൽ ഒരു നമ്മൾ പറയുന്ന ഒരു 5-ലൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് എങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത് വിന്നർ ചാൻസ് ഒരുപാടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അനീഷ് എന്നുള്ളത് കൊണ്ട് അട്ടിമറി സംഭവിക്കാനായിട്ട് ഇടയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ തൊപ്പിയുടെ ഈ ഒരു അനീഷിനുള്ള സപ്പോർട്ട് അത്ര വില കുറച്ച് കാണേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.